ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ചീസ് കബാബാണ്. gram ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 200 gram ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 കപ്പ് ബ്രെഡ് ക്രംസ്, ഒരു പിടി മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ ജീരകം, 5 സ്പൂൺ ബട്ടർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. എല്ലാം ചിക്കനും പച്ചമുളകും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ബോളാക്കി എടുക്കാം. അങ്ങനെയെല്ലാം നമുക്ക് ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ 2 പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ തടവാം. ഇനി നമുക്ക് ഓരോ ബോള് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് പതുക്കെ പരത്തിയെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി അത് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ചീസ് വെക്കാം. ഒരു സ്ലൈസ് ചീസാണ് വെച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചീസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് അതിൻ്റെ 2 അറ്റവും ഒന്ന് പതുക്കെ പ്രസ് ചെയ്യാം. ചീസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കിത് റോൾ ചെയ്തെടുത്ത് ഒരു കബാബ് ഷേപ്പാക്കാം. ചീസ് ഇടുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അങ്ങനെയെല്ലാം നമ്മളിപ്പോൾ കബാബ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഓരോ കബാബും മുട്ട മിശ്രിതത്തിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. വേണമെങ്കിൽ ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയിട്ട് ഒന്ന് മുട്ടയുടെ വെള്ളയിലേക്ക് ഇട്ട് ഒരു ഡബിൾ കോട്ടിംഗ് പോലെ ആക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ നിന്ന് അത് കോട്ട് ചെയ്ത് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ട് കോട്ട് ചെയ്യണം. അങ്ങനെയെല്ലാം നമുക്ക് കബാബ് ഷേപ്പാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി ഓരോ കബാബും ഓയിലിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഒരുപാട് അങ്ങ് ഇടണ്ട, ഒരു 3-4 എണ്ണം ഇട്ടാൽ മതി. ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇപ്പം നല്ല ജീരകത്തിൻ്റെയും മല്ലിയിലയുടെയും ബട്ടറിൻ്റെയും എല്ലാം നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ചീസിൻ്റെയൊക്കെ ചീസൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മളുടെ കബാബ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അങ്ങനെ ഊറ്റിയെടുത്തത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മറ്റുള്ള കബാബും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ചീസ് കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.